ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. രണ്ടാമത്തെ വരിയാണ്. ഇതിൻ്റെ ആദ്യത്തെ വരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത്. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി ഇതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. മൂന്നാമത്തെ ശ്ലോകം അതാണ്. നാലാമത്തത്, നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും, പറയൻ താനും എന്തുള്ള ദന്തരം നരജാതിയിൽ. നാലാമത്തെ ശ്ലോകം, പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യകയിൽ. അഞ്ചാമത്തെ ശ്ലോകമാണ്. ആറാമത്തെ ശ്ലോകം, ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ, ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നിടൂ. വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നു. നല്ല മലയാളം, ആർക്ക് വായിച്ചാലും. ആദ്യത്തേത് സംസ്കൃതം, അതൊഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി